Praise the Lord. Hallelujah. Hallelujah. Praise you, Jesus. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്തോഷമുള്ള എല്ലാവരും അക്കരങ്ങളെ തട്ടി കർത്താവിനെ നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായിരുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം സൂക്ഷിച്ച, പരിപാലിച്ച, നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞതായ ലോകത്ത് ഹല്ലേലൂയ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നമ്മെ താങ്ങി നടത്തിയ ദൈവം ഇന്ന് രാത്രി അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അതരങ്ങളെ തുറന്ന് ഇന്ന് പകലിലും ദൈവം അത്ഭുതകരമായി നടത്തിയെങ്കിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് മൗനമായിരിക്കാതെ നന്ദിയോടെ അതരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠമാകയാ. അപ്പന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് രാത്രി അടുത്തു വരുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തോട് അടുത്ത് ചെല്ലുക, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ അവിടുത്തെ പുത്രൻ തമ്പുരാൻ മുഖാന്തരം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകിയെന്ന് ഓർത്ത് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകലിലും അത്ഭുതകരമായി അതിശയകരമായി അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ആത്മാക്കളെ സ്വർഗം അവിടുന്ന് തൃപ്തിപ്പെടുത്തണമേ. ഇന്ന് രാത്രി ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധി കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ആ ശക്തിയാൽ ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങളെ അങ്ങ് നിറയ്ക്കുമാകണമേ. ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഉതകുന്ന ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഏത് കഷ്ടതയിലായിരുന്നാലും, ഏത് വേദനയിലായിരുന്നാലും, ഏത് നിരാശയിലായിരുന്നാലും ഇന്ന് രാത്രി ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ സമർപ്പിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ഇന്ന് രാത്രി കൈപിടിച്ച് നടത്തുമാറാകണമേ. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ചുയർത്തിയ കർത്താവ് ഇന്ന് രാത്രി ആമേ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവർ, കണ്ണുനീരോടെ ആയിരിക്കുന്ന ജനത്തെ കണ്ട് മനസ്സറിഞ്ഞവർ ഇന്ന് രാത്രി പെരുവെള്ളത്തിന്റെ ആമേൻ ഇരച്ചൽ പോലെ ശബ്ദമുള്ളവർ ഹല്ലേലൂയ, മറത്ത് പങ്കച്ച കെട്ടിയവർ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങളെ സ്തോത്രം ചെയ്യുക, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ കൃപ നൽകിയ കർത്താവെ, ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാൽ ജനത്തെ അവിടുത്തെ ബലപ്പെടുത്തിയ അകൃത്വം അവിടുത്തേക്ക് അർപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സർവശക്തനും സർവജ്ഞാനിയും സകല മഹത്വത്തിൽ സകല പൂർച്ചയും സകല ആരാധനയ്ക്കും യോഗ്യനായ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും അൽഫയും ഒമേഗയുമായവൻ ഹല്ലേലൂയ. വേഗം വരാമെന്ന് പറഞ്ഞവൻ വരുവാൻ സമയമാകുന്നതായി ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ,
ഇന്ന് രാത്രി ആമേൻ നമ്മെ വീണ്ടെടുത്ത നല്ല കർത്താവ് അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി ഹല്ലേലൂയ കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്നവരാൽ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായി കൂടെയുണ്ട്. ആമേൻ. അതെ, അവൻ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ അതെ വരാതിരുന്നില്ല. ഹല്ലേലൂയ. കരഞ്ഞു കരഞ്ഞ് തീർന്ന് ഒതുങ്ങി തീരുവാൻ ദൈവം അനുവദിച്ചില്ല. സ്നേഹിത സഹോദരി കൂടപ്പറപ്പിൽ മാതാവിനെ അഭിഷക്തനെ നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ടുകൊണ്ട് ഞാനാകുന്നുവെന്ന് പറഞ്ഞ് മോശയിലൂടെ ഇറങ്ങി വന്ന് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. അനുഭവ സമ്പത്തിനുടമയായ മോശയെ ഹല്ലേലൂയ പണിതെടുത്ത് ഇസ്രായേൽ ജനത്തിന് നേതാവാക്കിയ ദൈവം. ഹല്ലേലൂയ. ഇന്നലകളിൽ ആമേൻ കഴുതയെ തെരഞ്ഞ് നടന്നവനെ ഹല്ലേലൂയ ആമേൻ അതേ അഭിഷക്തന്റെ അടുത്ത് എത്തിച്ച് അഭിഷേകം ചെയ്ത് രാജാവാക്കിയ ദൈവം. ഹല്ലേലൂയ. കാട്ടിൽ കിടന്ന ദാവീദിനെ ഗോലിയാത്തിനെ നേരിടുവാൻ ആമേൻ അഭിഷേകത്തിന്റെ നിറവോടെ നയിച്ചവർ ഇന്ന് രാത്രി അതേ നിന്നെയും അഭിഷേകം ചെയ്ത ഈ കാലഘട്ടങ്ങളിൽ വെല്ലുവിളിക്കുന്ന പ്രതിയോഗിയാകുന്ന പിശാചിന്റെ അതേ അധീനതയിൽ കിടക്കുന്ന ഒരു കൂട്ടത്തെ നിത്യതയ്ക്ക് വേണ്ടി ആമേൻ വേർതിരിപ്പാൻ തക്കവണ്ണം നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം അതേ കണ്ടിരിക്കുകയാ. അവന്റെ വിളികേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവമൈതലേ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഗർജിക്കുന്ന ആ ഗോലിയാത്തിനെ പോലെയുള്ള പ്രതിയോഗിയായ പിശാചിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ഉയരത്തിൽ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. അവിടുത്തെ നിറവിനാം നിറയ്ക്കുന്നവനെ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യത്താൽ നിറഞ്ഞുകൊണ്ട് ആമേൻ അഭിമുഖീകരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവില് ആമേൻ തളർന്നിരിക്കുവാനല്ല, ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ അതേ കൃപ നൽകുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നിങ്ങൾ അവന്റെ വീക്ഷണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ അവന്റെ ആമേൻ വീക്ഷണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. എന്താണ് വീക്ഷണം? അഗ്നിജാലക്കത്ത് കണ്ടുള്ളവൻ ഇന്ന് രാത്രിയിലും അതെ നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചോദ്യം, നിങ്ങൾ അവന്റെ വീക്ഷണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. വായിക്കാം. സദൃശവാക്യങ്ങൾ 3:6. നിന്റെ എല്ലാ വഴികളിലും ആമേൻ ആരെ നിനക്കണം? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം മാനവകുലത്തിന്റെ മധ്യത്തിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകിയ ഒരു നാമമുണ്ട്, ഉയർത്തിയ ഒരു നാമമുണ്ട്, യേശു എന്ന നാമം. ഹല്ലേലൂയ. അവനെ നിരച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവം. ഹല്ലേലൂയ. കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെതാകുന്ന തീനെത്തിച്ചു കൊടുക്കുന്ന ദൈവം. ഭക്തനായി ഇയ്യോബിനോട് ചോദിച്ചു, ഇയ്യോബേ നിനക്കറിയാമോ കരയുന്ന കാക്കക്കുഞ്ഞിന് ആരാ തീനെത്തിച്ചു കൊടുക്കുന്നത്? ഇന്ന് രാത്രി കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, അങ്ങനെ നിനക്കെന്തിവിടെ കാര്യം? അതെ, കരയുന്ന ബാലന്റെ കരത്തിൽ കെട്ട ദൈവം ബാലൻ കിടക്കുന്നെടുത്ത് നീരുറവ തുറന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ തലമുറകളുടെ ആമേൻ അവസ്ഥ കണ്ട് മാറത്തടിച്ച് കരയുന്ന ഒരു അനുഭവമാണോ നിനക്കുള്ളത്? ഹല്ലേലൂയ. തലമുറയെ കാണുവാൻ കഴിയാതെ കരഞ്ഞ് ഹന്നയുടെ കണ്ണുനീരിന് മറുപടി കൊടുത്ത ദൈവം, കണ്ണുനീരിന്റെ പ്രവാചകനായി യിരെമ്യാവിലൂടെ ജനത്തെ ആമേൻ മുൻപോട്ട് നയിച്ച ദൈവം. ഇന്ന് രാത്രി അഭിഷക്തനെ കണ്ണുനീരിന്റെ അനുഭവമാണോ? നിങ്ങളുടെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക. ഹല്ലേലൂയ. നിഷേധിക്കുന്നവരുണ്ട്, അവിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിന്റെ എല്ലാ വഴികളിലും ആമേൻ നിന്റെ കാല് കല്ലിൽ തട്ടാതിരിപ്പാൻ നിന്റെ കാലിനെ സൂക്ഷിക്കുന്ന
ഹല്ലേലൂയ. നിന്റെ പാതകളെ അതെ നിനക്ക് നേരെയാക്കി തരുന്ന ഒരു നല്ല ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ലോകരക്ഷകരായ യേശു ക്രിസ്തുവിനെ പിതാവാ ദൈവം അയച്ചു. ആ സത്യം ആമേൻ അതെ വിശ്വസിക്കുന്നവർ സ്വതന്ത്രരാണ്. ഇന്ന് രാത്രി ആമേൻ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നിന്നെ സ്വതന്ത്രനാക്കുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ വഴികളിലും അവനെ എന്ത് ചെയ്യുക? അംഗീകരിക്കുക. അവൻ നിങ്ങളുടെ പാതകളെ നയിക്കും. ഹല്ലേലൂയ. നായകനാണ് അതെ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അവൻ അതെ ലോകത്തിൽ അവൻ ആയിരുന്നപ്പോൾ ലോകം അവനെ അറിഞ്ഞില്ല. ബറവ്വാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്കായെന്ന് ആക്രോശിച്ച ജനത്തെ നോക്കിക്കൊണ്ട്, അവന്റെ ഉഴവ് ചാല് പോലെ അടിച്ചു തകർത്തവരെ നോക്കിക്കൊണ്ട്, പടയാളികളെ നോക്കിക്കൊണ്ട്, അവന്റെ രോമം പിടിത്തെടുത്തവരെ നോക്കിക്കൊണ്ട്, കയ്പ് കാടി കുടിക്കാൻ കൊടുത്തവരെ നോക്കിക്കൊണ്ട്, ഒറ്റിക്കൊടുത്തവനെ നോക്കിക്കൊണ്ട്, ഹല്ലേലൂയ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായ ഇവരോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ദൈവവുമായി പരിചയപ്പെടുന്നത് ഹല്ലേലൂയ അവന്റെ വീക്ഷണങ്ങളിൽ വിട്ടുവീഴ്ച ഹല്ലേലൂയ ചെയ്യുന്നതിലേക്ക് എന്ത് ചെയ്യാം? ഹല്ലേലൂയ. അത്യുന്നതന് താൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിജാലങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്, വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം ജീവിച്ചു കാണുവാൻ അതെ ആക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ പിശാച് ഇന്നും ആമേൻ രക്ഷിക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ ആമേൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്നത് വ്യക്തി ജീവിതങ്ങളെ തെറ്റിച്ച് കളയുവാൻ അന്ത്യകാലത്ത് അനേകർ എന്റെ പേരെടുത്ത് വരുമല്ലോ, അധർമ്മം പ്രവർത്തിക്കുമെന്നോ കള്ള പ്രവാചകന്മാരും കൗല ഇടയന്മാരും എഴുന്നേൽക്കുമെന്നും യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം താൻ സൃഷ്ടിച്ച സകല സൃഷ്ടിയെ കുറിച്ച് ദൈവത്തിന് വളരെ പ്ലാനുണ്ട്, ദൈവത്തിന് വളരെ പദ്ധതിയുണ്ട്. തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് സ്ഥാപിച്ച ദൈവസഭയെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. എന്താ പ്ലാൻ? അതെ, ഇവിടെ നിന്ന് സഭ എടുത്തുകൊള്ളപ്പെടും. ഹല്ലേലൂയ. സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോ സഭയിൽ അംഗമായിരിക്കുന്നവർ തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ഇന്ന് രാത്രി വചനപ്രകാരം തങ്ങളെ തന്നെ കഴുകി ഒരിക്കൽ കൂടെ വെടിപ്പാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. അവനെല്ലാം നന്നായി അറിയുന്നവനാ. ഭൂമിയിലുള്ളതെല്ലാം അവന്റെ മുമ്പിൽ നഗ്നമായിരിക്കുകയാണ്. അതിന് നമ്മൾ അതിശക്തി ചെയ്യേണ്ട കാര്യമില്ല. എന്താ കാര്യം? നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് CC ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാ? നടക്കുന്നതല്ല, രാവെന്നോ പകലെന്നോ ഇല്ലാതെ CC ക്യാമറ ഒപ്പിയെടുത്തോണ്ടിരിക്കുക. ചില തെളിവിന് വേണ്ടിയാ. അഗ്നിജാലക്കത്ത് കണ്ണുള്ളവന്റെ കണ്ണ് ലോകത്തിൽ എല്ലാം എന്ത് ചെയ്തിരിക്കുക? കണ്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രത ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ അവന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അവൻ പിടിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. പല നാൾ കള്ളൻ ഒരു നാൾ പിടി. ഹല്ലേലൂയ എന്നൊരു ചൊല്ലിയില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദുഷ്ടന്റെ കൂടെ, പാപിയുടെ കൂടെ, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിച്ചാൽ ദൈവവൈതലേ ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. നീ പിടിക്കപ്പെടും. ദൈവഗ്രഹത്തിൽ ന്യായവിധി അതെ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രത ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ നീ മോശത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ മറയിട്ടുകൊണ്ട് പാപം ചെയ്യുവാൻ അതെ മനസ്സ് കാണിച്ച ആദാമും ഹവ്വയും വൃക്ഷത്തിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ നീ എവിടെ പോയിരുന്നാലും
ആമേൻ. തമ്പുരാന്റെ കണ്ണ് ആമേൻ മറവായിരിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുകയാ. മനുഷ്യനായി ജനിച്ച ദൈവവൈതലായി മാറിയ ആമേൻ ഓരോ വ്യക്തികളെയും ആമേൻ ദൈവം നോക്കുകയാ. രക്ഷിക്കപ്പെടാത്തവരെയും രക്ഷിക്കപ്പെട്ടവരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അന്വേഷിപ്പി കണ്ടെത്തും. ഹല്ലേലൂയ. ഉത്തരം കിട്ടാത്ത നീറിപ്പോകുന്ന വിഷയവുമായി എവിടെ സമാധാനം കിട്ടും, എവിടെ പരിഹാരം കിട്ടുമെന്ന് ഓടി നടക്കുകയാണോ? ഇന്ന് രാത്രി സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരുവനെ ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ പരിചയപ്പെടുത്തുവാൻ, പ്രസംഗിക്കുവാൻ എനിക്ക് അവസരമൊരുക്കിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധയെ വീണ്ടും ക്ഷണിച്ചുകൊണ്ട് വായിക്കാം സങ്കീർത്തനം 90:8. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാഗങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നോക്കണമേ, നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അതുകൊണ്ട് രഹസ്യമായാലും പരസ്യമായാലും പാപം പാപം തന്നെയാ. ഹല്ലേലൂയ. രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും പാപം പാപം തന്നെയാ. ആമേൻ. സഹോദരനെ നിസാരനായി കാണുന്നത്, ആമേൻ, അതെ നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കുന്നത്, ഹല്ലേലൂയ, ഇന്ന് പകൽ ആമേൻ നീ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും അത്തിരാലക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമായി നിൽക്കുന്നു. ഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ ഞാനും നിങ്ങളുമായിരുന്നിടത്ത്, ഞാനും നിങ്ങൾ സഞ്ചരിച്ച പാതയിൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ എങ്ങനെ ആയിരിക്കുന്നുവെന്ന് ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നീ എവിടെയാണ്? ഹല്ലേലൂയ. അതെ, നീ ഇരുന്നത് എവിടെയാ? ദുഷ്ടന്മാരുടെ കൂടെയാണോ? ഹല്ലേലൂയ. നിന്റെ നിരൂപണം എന്താ? നിന്റെ ഹൃദയത്തിന്റെ നിലവാരം എന്താ? ഹല്ലേലൂയ. ഇത് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം. ഹോവേ, നീ മുഴുവനും അറിയാത്ത ഒരു വാക്കും ആമേൻ എന്റെ നാവിന്മേലില്ല. എന്റെ നടപ്പ് ദുഷ്ടന്മാരുടെ കൂടെ നടന്നു. കിടപ്പ് നീ ആരുടെ കൂടെ കിടന്ന്? ഹല്ലേലൂയ. ആമേൻ. നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്കെന്ത് ചെയ്തിരിക്കുന്നു? മനസ്സിലാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കും. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട ഞാൻ എവിടേക്ക് ഓടും? ദൈവം ഇതിനെ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ച നീ അവിടെയുണ്ട്. ഞാൻ ഉഷത്തിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തിൽ ചെന്ന് വാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടി ക്രിസ്തുവിൽ നടപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇരുട്ടുപോലും മറവാകാത്ത ദൈവം. ഹല്ലേലൂയ. അവനെ മറച്ച് ഈ ഭൂമിയിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് എന്ത് ചെയ്യും? പ്രതിഫലം തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആരും അറിയാതെ ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ശ്രദ്ധിക്ക്. ആമേൻ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? മറുപടിയുണ്ട്. രാത്രിയിൽ ആമേൻ ആരും അറിയാതെ കരയുന്ന അതേ സഹോദര സഹോദരി, മാതാവേ, കൂടപ്പുറപ്പേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. ആരും കാണാതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നീ ചെയ്യുന്നതും നീ കൊടുക്കുന്നതും നീ പ്രവർത്തിക്കുന്നതും എല്ലാം അതേ കണക്കിലെടുത്തുകൊണ്ട് നിനക്ക് പ്രതിഫലം നൽകുന്ന ഒരു നല്ല ദൈവമുണ്ട്. അതേ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു തന്നെ അനുഗമിച്ച അതേ വ്യക്തി ജീവിതങ്ങളോട് പറയുകയാണ്,
മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ ഉറപ്പുള്ളവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ആകയാൽ നമ്മിൽ ഓരോരുത്തർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ മക്കളുണ്ട്. അവൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ഹല്ലേലൂയ. മടങ്ങി വരവിന്റെ അടയാളം എന്തെന്ന് ചോദിച്ചപ്പോ അടയാളം ചോദിക്കുന്നവരോട് ആമേൻ അതെ നോഹയുടെ കാലത്തുണ്ടായ അടയാളം ചോദിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ അതെ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് അന്ത്യാകാശത്തിൽ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് യേശു കർത്താവ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോടായി പറഞ്ഞു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ഹല്ലേലൂയ, ഇവയൊക്കെ കാണുമ്പോൾ ആമേൻ എന്റെ വരവിന്റെ അതേ ലക്ഷണമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പി നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകും. ഹല്ലേലൂയ. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് എന്ത് ചെയ്യും പറയും. ആവർത്തിച്ച് കേൾക്കുന്നവർക്ക് ഇത് വിരോധാഭാസമായി തോന്നാം. എന്നാൽ എന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ ഞാൻ പലപ്പോഴും ഇത് ആവർത്തിച്ച് പറയും. കാരണം ഇന്ന് അത്ഭുതങ്ങളുടെ പുറകെ പോകുന്ന അനേകരുണ്ട്, പ്രവചനത്തിന്റെ പുറകെ പോകുന്ന അനേകരുണ്ട്. അത്ഭുതങ്ങൾ കേവലം രോഗസൗഖ്യമാകട്ടെ, കടഭാരമാകട്ടെ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ ഭാവിയാകട്ടെ, ബിസിനസിന്റെ അഭിവൃദ്ധിയാകട്ടെ, ഹല്ലേലൂയ, ഇതിനെ കുറിച്ചുള്ള ആലോചനകളും ഇതിനോടുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങളും കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് മാത്രം പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതേ കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് എന്ത് ചെയ്യും പറയും. ഹല്ലേലൂയ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമെന്ന് തീർത്തു പറയും. ഹല്ലേലൂയ. അധർമ്മമൂർത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആമേൻ ദൈവ പൈതലേ, ആകാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ആകാത്തത് ചെയ്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുവെന്ന് പറഞ്ഞ് അനേകരെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ യഥാർത്ഥമായി സത്യവചനത്തെ തനിമ നഷ്ടപ്പെടാതെ മറച്ചൊടിക്കാതെ അതിനോട് യാതൊന്നും കൂട്ടാതെ അത് ഉള്ളതുള്ളതുപോലെ പഠിപ്പിക്കുവാൻ, ഉള്ളതുള്ളതുപോലെ പ്രസംഗിക്കുവാൻ അതേ കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവജനം ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക്, ഹല്ലേലൂയ, അത് സ്വർഗത്തിലേക്കും നയിക്കുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഹല്ലേലൂയ. മരണത്തിലേക്കും നരകത്തിലേക്കും നയിക്കുന്ന നിരവധി മാർഗങ്ങളുണ്ട്. ഹല്ലേലൂയ. സാത്താൻ അവരെ വഞ്ചിച്ച് അവർ യഥാർത്ഥ വഴിയെ കുറിച്ച് അജ്ഞരായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലേക്കും ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾ വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളി. ഇരുളിൽ നടക്കുന്നവർ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെയുള്ളവർ അനേക നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവ പ്രതിമയായ ആമേൻ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്.
ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയത് കൊണ്ട് ഭാര്യ ഭർത്ത ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഡിവേഴ്സിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തലമുറകൾ നാശത്തിലേക്ക് വഴി വീണുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. കുടുംബത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ എവിടെ നോക്കിയാലും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, വിദ്യാഭ്യാസമില്ലാത്തത്, യോഗ്യമില്ലാത്തത് കൊണ്ടല്ല, കായിക ബലമില്ലാത്തത് കൊണ്ടല്ല, പേരും പെരുമയും പ്രശംസയും ഇല്ലാത്തത് കൊണ്ടല്ല. എല്ലാം ഉണ്ടെങ്കിലും കുടുംബ ജീവിതത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. മാതാപിതാ ഗുരു ദൈവം ആമേൻ എന്നുള്ള ബന്ധം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുകയാ. കാൽവറിയിൽ പിതാവായ ദൈവം വെളിപ്പെടുത്തിയ ആ നിത്യ സ്നേഹം, ഹല്ലേലൂയ, അമ്മ നൽകുന്ന സ്നേഹത്തെക്കാൾ, ലോകം നൽകുന്ന സ്നേഹത്തെക്കാൾ നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, കാണുന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, ഈ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ ഉറക്കളപ്പിനോ ആമേൻ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ കരം പിടിച്ച് നടത്തുവാൻ ശക്തനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കഷ്ടത്തിൽ ജയാളിയായ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാ എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചവനാ, ലോക അവസാനത്തോളം എല്ലാ നാളും കൂടിയിരിക്കാമെന്ന് പറഞ്ഞവൻ അവനാണ്. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ കൂരിരുളിന്റെ താഴ്വരയിലും അവൻ ഭയം കൂടാതെ കണ്ട് നടക്കുവാൻ നല്ല ഇടയനായവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു. കൂടപ്പറപ്പേ, നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ആമേൻ. നിന്റെ അയൽപക്കക്കാരെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ശത്രുവിനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. ഹല്ലേലൂയ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാച് സാത്താനെന്ന മഹാസർപ്പമായ പഴയ പാപിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ് അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അഹങ്കരിക്കുന്നവരെ ദൈവം അന്നും ഇന്നും തള്ളിക്കളയുകയാ. ആമേൻ. ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. ഹല്ലേലൂയ. ആമേൻ. മലാക്കി പുസ്തകം, ഹല്ലേലൂയ, പ്രവാചകന്റെ പുസ്തകം, ആമേൻ, 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വേഗം വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താൻ എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. ആമേൻ. അവിടെ ആമേൻ ഭൂമിയില് ആയിരിക്കുന്ന ആമേൻ ദൈവമക്കളെ ആമേൻ അതെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ദുഷ്ടപിശാച് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുക. ഹല്ലേലൂയ. അതെ, മലാക്കി പ്രവചനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ. ഹല്ലേലൂയ. ശലോമോന് ഒരു പ്രത്യേക തെറ്റായ വഴി മനസ്സിലുണ്ടായിരുന്നോ? ആലയം പണിയാൻ ദാവീദിന്റെ മകനായ ശലോമോനെ ദൈവം എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ആമേൻ. അവന്റെ മനസ്സിൽ തെറ്റായ വഴി ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ഈ രാത്രി ശ്രോതാക്കളായി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്താ? അങ്ങനെയാണെങ്കിൽ കർത്താവിനെ ഭയപ്പെടുന്ന ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ ആമേൻ ഹൃദയമില്ലാത്ത ആമേൻ അതെ വിഡ്ഢിയുടെ ആമേൻ അതെ ഒരു വഴി ആകാ എങ്ങനെ ആമേൻ അതെ ശലോമോ ഹല്ലേലൂയ അതെ തെറ്റായ ആമേൻ രീതിയിലേക്ക് പോകുവാൻ ആമേൻ ഇടയായി തീരുന്നതിന്റെ പിന്നിൽ ഇരുളിന്റെ മറവിൽ ആമേൻ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരം ആലയം പണിയുവാൻ തയ്യാറായവന്റെ ഹൃദയത്തെ വശീകരിച്ചു കൊണ്ടുപോകുവാൻ ഇടയായി തീരേണ്ടതിന് ആമേൻ ഇരുളിന്റെ മറവിൽ വ്യാപരിക്കുന്ന പൈശാചിക പോരുകൾ അതിനോട് പടപൊരുതി ജയിക്കുവാൻ ആമേൻ അന്ത്യകാലത്ത് സകലയിടത്തിന്മേലും ആമേൻ പകരുന്ന ആത്മാവിനെ ആമേൻ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ അത് തെറ്റായ വഴികളുടെ അടിസ്ഥാന ആമേൻ ഇരുളിന്റെ മറവിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഹല്ലേലൂയ. ആമേൻ ശരിയായ പാതകൾ ഹല്ലേലൂയ ശരിയാണെന്ന് തോന്നുന്നു.
ഹല്ലേലൂയ. എന്നാൽ തെറ്റാണെന്ന് തോന്നുന്നതുമായ പാതകളും തെറ്റായ വഴികളും ഇത് രണ്ടും രണ്ടല്ലേ? ഹല്ലേലൂയ. ശരിയാണെന്ന് തോന്നുന്നത് ശരിയായ പാതകൾ, ഹല്ലേലൂയ. മറുഭാഗത്ത് തെറ്റാണെന്നും തെറ്റാണെന്ന് തോന്നുന്ന പാതകൾ, ഹല്ലേലൂയ. ഇത് രണ്ടും ആമേൻ ഒരു ദൈവ പൈതലിന് എപ്പോഴും ബോധ്യമാകത്തക്ക വിധത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അവന്റെ അകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. വായിച്ചാൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേര് കൊമ്പ് ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തുകളിൽ നിന്നും വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാട്. ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷങ്ങൾ നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. ഈ പ്രത്യാശയുള്ളവർ ആമേൻ, ഈ സന്തോഷം അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. ആമേൻ. രണ്ട് ടൈപ്പിലുള്ള വ്യക്തികളെ, ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ശരിയായ പാതകളിൽ ശരിയാണെന്ന് തോന്നി ആമേൻ ചെയ്യുന്നവരും തെറ്റായി തോന്നുന്നതും തെറ്റായ പാതകളിലൂടെ സഞ്ചരിക്കുന്നവരും. മദ്യക്കുപ്പിയുടെ മകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് കണ്ടിട്ടും കുടിക്കുന്നവരുണ്ട്, അത് അറിഞ്ഞിട്ടും ബിവറേജിന്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, സത്യമറിഞ്ഞ് സത്യം നിന്നെ സ്വതന്ത്രരാക്കിയെങ്കിൽ പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യണം? രാപകൽ ധ്യാനിക്കണം. നീ ധ്യാനിക്കേണ്ടത് എന്താണ്? ഹല്ലേലൂയ. നീ ആശ്രയിക്കേണ്ടത് ആരെയാണ്? ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകി തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകി തരുവാൻ ഉലകത്തിൽ ആർക്കും കഴിയാതിരിക്കുമ്പോൾ ഉലക മഹാന്മാരിൽ ഒരുവനായി വന്നവനല്ല. ഹല്ലേലൂയ. ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഹല്ലേലൂയ, മഹാന്മാരിൽ അവനെ പോലെ ഒരു മഹാനും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ശരിയായത് ഏതെന്ന് തെറ്റായതായതെന്ന് തിരിച്ചറിയുവാൻ ആമേൻ പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. ആമേൻ. അത് ആരുടെ മേലാണ് പകരുന്നത്? ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന, അവന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലിന്റെ മേലാണ്. ഏതെങ്കിലും ദൗത്യം അല്ലെങ്കിൽ പരിശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം അവനുമായി ആലോചിക്കേണ്ടത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പ്രിയരെ, നിങ്ങൾ ദൈവവുമായി വളരെയധികം ആമേൻ അതേ സമ്പർക്കത്തിൽ, ദൈവവുമായി അഭേദ്യ ബന്ധത്തിൽ ആയിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. ചില ദൈവമക്കൾ ഹല്ലേലൂയ തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ പ്രാരംഭഘട്ടത്തിൽ ദൈവവചനത്തോട് വളരെ അടുത്ത ബന്ധമുള്ളവരും പ്രതിജ്ഞാബദ്ധരുമായിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്നിരുന്നാലും കുറെ കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടതായി മാറാൻ തുടങ്ങുമ്പോൾ അവർ ദൈവവചനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതം ആമേൻ അതെ കുറെ കൂടെ മുമ്പോട്ട് നയിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ചെറിയ രീതിയിൽ ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം രാവും പകലും ദൈവവചനം ധ്യാനിക്കണമെന്ന് ആമേൻ അതൊരു ശീലമാക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത്
പറയുന്നത് നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്, നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. നോക്കണമേ, ആദ്യം എഴുതിയിരിക്കുന്നത് പോലൊക്കെയും. അപ്പൊ എഴുതിയത് കാണണ്ടേ? എഴുതിയത് കാണണമെങ്കിൽ സത്യവേദ പുസ്തകം അതെ വായിക്കണ്ടേ? ഹല്ലേലൂയ, ആമേൻ. ഇന്നലകളിൽ ആമേൻ അതെ ചിന്തിച്ച ഒരു കാര്യം ഹോളി ബൈബിൾ. ഹല്ലേലൂയ. ഈ ഹോളി ബൈബിൾ എന്ന് എഴുതാൻ കാരണം അതിൽ സത്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ സത്യപുസ്തകം വായിക്കാതെ കേട്ടത് കൊണ്ട് ആകുമോ കാര്യം? ഏതെങ്കിലും ആമേൻ ആദാമും ഹവ്വയും ദൈവശബ്ദം കേട്ടവരല്ലേ? എന്തായിരുന്നു കേട്ടത്? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്, തിന്നരുത്, തിന്നുന്ന നാളി മരി. അവർക്ക് എഴുതി കൊടുത്തില്ല, അവർക്കതെടുത്ത് വായിക്കാൻ അന്ന് കാര്യങ്ങളിൽ കൊടുത്തില്ല. അതുകൊണ്ട് കേട്ടത് മറന്നു, കേട്ടത് ഓർത്തില്ല. അതുകൊണ്ട് അവരെ തകർത്ത് കളയുവാൻ പിശാചിന് എളുപ്പമായിരുന്നു. എന്നാൽ പിതാവായ ദൈവം ആമേൻ തന്റെ അതേ ആത്മാവിനാൽ അതേ വ്യക്തികൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത് എഴുതി. ആമേൻ മോശയെ ആമേൻ ഹോരേബിൽ വിളിച്ചു. ഹല്ലേലൂയ. അതെ, പിതാവായ ദൈവം തന്റെ കൈകൊണ്ട് എഴുതി കൊടുത്തു. ആമേൻ. പിന്നീട് മോശ എന്ന് പറയുന്ന മനുഷ്യനിലൂടെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി പുസ്തകം, ആമേൻ പുറപ്പാട് പുസ്തകം, ആമേൻ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അങ്ങനെ 5 പുസ്തകങ്ങൾ കൂടാതെ സങ്കീർത്തന ഭാഗങ്ങൾ മോശയിലൂടെ എഴുതിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നോക്കണമേ, എഴുതി കൊടുത്തവൻ എഴുതിപ്പിച്ച് അത് പഠിപ്പിക്കുവാനായിട്ട് പറഞ്ഞു. ഇന്ന് രാത്രി പഠിക്കുന്നവർക്കായി, എഴുതുന്നവർക്കായി, പഠിപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവനെ കുറിച്ച് വചനം പറയുന്നത് അവൻ ആറ്റിനികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി കാര്യങ്ങൾ മാറുവാൻ തുടങ്ങിയ നാം അവന്റെ വചനത്തെ കുറിച്ച് ധ്യാനിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ദാവീദ് രാജാവ് ദൈവവചനത്തിൽ വിട്ടുവീഴ്ച ചെയ്ത കാര്യം, ആമേൻ അതെ, അങ്ങനെ ജീവിക്കുവാൻ അവൻ തയ്യാറായപ്പോ ഹല്ലേലൂയ ദൈവവുമായി ശരിയായ ബന്ധം പുലർത്തുകയും അവനെ വീണ്ടും ആമേൻ അതെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇടയാകേണ്ടത് ദൈവം അവനെ സന്ദർശിച്ചു. എന്നാൽ ഒരുപാട് തകർച്ചകൾ, ആമേൻ ഒരുപാട് നഷ്ടങ്ങൾ, രാജ്യങ്ങളുടെ തകർച്ച തന്നെ സംഭവിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം അധ്യായം മുഴുവൻ, ഹല്ലേലൂയ, 11-ാം അധ്യായം 1 മുതൽ 27 വരെ, ആ 11-ാം അധ്യായം മുഴുവൻ ഹല്ലേലൂയ നിങ്ങൾ വായിക്കണം. ഇന്ന് രാത്രി അത് മുഴുവൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും 1, 2, 3 വേദഭാഗങ്ങൾ വായിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികയിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആഗ്രഹിച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ എലീയേലിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്ന് അറിഞ്ഞു. ഹല്ലേലൂയ. നോക്കുക, ആമേൻ, കണ്ണുകൊണ്ട് പാപം ചെയ്യാതിരിക്കുക. യോബ് പറയുകയാണ്, ഞാൻ എന്റെ കണ്ണിനോട് ഒരു നിയമം ചെയ്തു. ഭക്തൻ പറയുന്നു, ഒരു നീതകാര്യം എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യില്ല, വെക്കുകയില്ല. ഇവിടെ ദാവീദ് കണ്ടുകൊണ്ട് കാണുകയാണ്, അവൻ ചിന്തിക്കുകയാണ്, അവൻ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് ആമേൻ ദൈവവചനത്തിന് ഹിതമല്ലാത്തത് ചിന്തിക്കുവാനും കാണുവാനും ചെയ്യുവാനും പ്രവർത്തിക്കുവാനും അവന്റെ അകത്ത് പിശാച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഊരിയാവ് ദാവീദിനോട്, പെട്ടകോ ഇസ്രായേൽ യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ യജമാനായ യോവാബും യജമാനന്മാരും വെളിപ്രദേശത്ത് പാളയം വരെ കിടക്കും. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോട് കൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ കടക്കുമോ? നിന്നാണേ, നിന്റെ ജീവനാണേ, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ആ പിറ്റേന്നാൾ
ദാവീദ് നീ ഇന്നും ഇവിടെ താമസിക്ക, നാളെ ഞാൻ നിന്നെ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഊരിയാവ് അന്നും യെരൂശലേമിൽ താമസിച്ചു. പിറ്റേന്നാൾ ദാവീദ് അവനെ വിളിച്ച് അവന്റെ മുമ്പാകെ ഭക്ഷിച്ചും പാനം ചെയ്തു. അവനെ ലഹരി പിടിപ്പിച്ചു. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സന്ധ്യയ്ക്ക് ചെന്ന് യജമാനന്റെ വൃത്യന്മാരോടും കൂടെ തന്റെ വിരപ്പിൽ കിടന്നു. ഹല്ലേലൂയ. നോക്കണമേ, അപകടകരമായത് ആമേൻ ജീവിതത്തിൽ സംഭവിക്കുന്നത് അറിയാതെ ആമേൻ അത് ദാവീദിന്റെ കൂടെ ആയിരിക്കുന്ന ഊരിയാവ്. ഹല്ലേലൂയ. പട്ടണക്കാർ പുറപ്പെട്ട് യോവാബിനോട് പടവെട്ടിയപ്പോൾ ദാവീദിന്റെ സേവകരായ പടജനത്തിൽ ചിലർ പട്ടുമുട്ടി. ഉച്ചനായ ഊരിയാവും മരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഊരിയാവിന്റെ മരണത്തിന് ശേഷം തന്റെ ഭാര്യ ബത്ശേബയെ, ഹല്ലേലൂയ, ഊരിയാവിന്റെ ഭാര്യ തന്റെ ഭർത്താവായ ഊരിയാവ് മരിച്ചുപോയി എന്നറിഞ്ഞ് കേട്ടപ്പോൾ ഭർത്താവിനെ കുറിച്ച് വിലപിച്ചു. വിലാപഗാനം കഴിഞ്ഞ് ദാവീദ് ആളയച്ച് അവിടെ അരമനയിൽ വരും. അവന്റെ ഭാര്യയായി അവനൊരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് എന്ത് ചെയ്തു? അനിഷ്ടമായി. സ്നേഹിത, കൂടപ്പറപ്പേ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന നിന്റെ ജീവിതത്തെ പിശാച് അപകരിച്ച് ദൈവഹിതമല്ലാത്തത് ചെയ്യിപ്പിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ രാജ്യത്തിന്മേൽ സംഭവിക്കാതിരിക്കുവാൻ, അനുദപിക്കുവാൻ ഇന്ന് രാത്രി തയ്യാറാകുക. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. അവനവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റൊരു ദരിദ്രൻ. ഹല്ലേലൂയ. ധനവാൻ ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അതവന്റെ അടുക്കലും അവന്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അതവൻ തിന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവന്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവനൊരു മകളെ പോലെയുമായിരുന്നു. ഹല്ലേലൂയ. ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തന്റെ അടുക്കൽ വന്ന വഴിപോക്കിനു വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകൾ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ച് തന്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി എന്ത് ചെയ്തു? പാകം ചെയ്തു. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഈ ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തതെന്തിന്? ഇത്തിനായി ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. ഹല്ലേലൂയ. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ച് ഇത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. നോക്കുക, പിതാക്കന്മാർ ചെയ്ത ആ പാപത്തിന്റെ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരുന്ന തലമുറ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പൂർവികർ ചെയ്തതിന്റെ തിക്ത അനുഭവം പേറി കഴിയുന്ന, കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ആമേൻ, വല്യപ്പച്ചൻ ചെയ്ത, ഹിസ്കിയാവ് ചെയ്ത പാപത്തിന്റെ അനന്തര ഫലം യിരെമ്യാവിലൂടെ ബോധ്യപ്പെട്ട ദാനിയേല് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു. ദാനിയേൽ പ്രവാചകൻ 9-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചത്, ആമേൻ, അതെ, യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ അതെ മാറിക്കിട്ടുവാൻ ഹല്ലേലൂയ പദ്ധതിയുണ്ട് ദൈവത്തിന്. ആ പദ്ധതി പ്രകാരം ഒരു കാലസംഖ്യ ഗ്രഹിച്ചപ്പോൾ അത് ദാനിയേൽ ദൈവസന്നിധിയിൽ അതെ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അനുദപിക്കുവാൻ തയ്യാറാണ്. ഇന്ന് രാത്രി അനുദപിക്കുവാൻ തയ്യാറാണോ? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാണോ? കരുണാമയൻ നിന്നോട് കരുണ കാണിക്കുവാൻ, ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധി കരത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകുവാൻ ഉലകത്തിൽ ഒരുവനെയുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവായ ദൈവത്തെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരും. ഹല്ലേലൂയ. നീ കാണുകയെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോട് കൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെ കാണുകയെ സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. ഹല്ലേലൂയ. ദാവീദ് നാഥനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദാവീദിനോട് യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, ദൈവത്തിന് നിരക്കാത്തത്, ദൈവഗീതമല്ലാത്തത് നിന്റെ കുടുംബത്തിൽ നീ ചെയ്തിട്ടുണ്ടോ? അന്യവിഗ്രഹങ്ങളെ നീ വാർത്തുണ്ടാക്കരുത്, അതിനെ സേവിക്കരുത്. ആമേൻ. നിന്റെ മക്കളെ ആമേൻ ആവിചാരക്കാരന്റെ അടുത്ത്, ദർശനക്കാരന്റെ അടുത്ത്, വെളിച്ചപ്പാടന്മാരുടെ അടുത്ത് അത് കൊണ്ടുപോകരുത്. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങനെയുള്ളവരുടെ അടുത്ത് നീ പോകരുത്. ഇന്നലകളിൽ ദൈവത്തെ അത് കോപിപ്പിക്കുന്ന, ദൈവത്തെ വെറുപ്പിക്കുന്ന നിലവാരത്തിൽ നീ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി രഹസ്യത്തിൽ ആമേൻ ചെയ്തത് ആമേൻ വെളിച്ചത്ത് ആമേൻ വെളിപ്പെടുത്തുന്ന ദൈവം ഇന്ന് രാത്രി ആമേൻ നിന്റെ ജീവിതത്തില് കഴിഞ്ഞകാല പ്രവൃത്തിയില് ദൈവത്തിന് അനിഷ്ടം തോന്നുമാറ് നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അനുതാപത്തോടെ നീ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തയ്യാറാകുക. എങ്കിലും നീ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഏതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. നാഥൻ തന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്തു? പോയി. ആമേൻ. അതെ, പഴയ നിയമ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം ആമേൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, പിതാവായ ദൈവം മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ പദ്ധതി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് നീ പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവമായോ അവന്റെ വചനവുമായുള്ള അതേ നിങ്ങളുടെ ബന്ധത്തിൽ ആമേൻ വിട്ടുവീഴ്ച ചെയ്യരുത്. ഹല്ലേലൂയ. എല്ലാ തീരുമാനങ്ങളിലും, തിരഞ്ഞെടുപ്പിലും, പ്രവർത്തനത്തിലും ആമേൻ പ്രതികരണത്തിലും അവനിൽ വിശ്വസിക്കുക. നിങ്ങൾ എപ്പോഴും ആ വചനത്തിൽ അത് വേരൂന്നി ജീവിക്കുവാൻ തയ്യാറായ നിങ്ങൾ പരാജയപ്പെടുത്തില്ല. കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ആമേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലല്ലോ. നമ്മെ പരാജയപ്പെടുത്തുവാൻ അതേ ഊടാടി സഞ്ചരിച്ച് പ്രതിയോഗിയായ ആരെ മെഴുകിട്ട് അലറിക്കൊണ്ട് അതേ സിംഹത്തെ പോലെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ എത്ര പേർ സമർപ്പിക്കും? ഇന്ന് രാത്രി സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ മക്കൾ എന്ന നിലയിൽ ജീവിക്കുവാൻ, അവിടുത്തെ പുത്രനായി ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ, അറിയുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സ്തോത്രം. അവിടുത്തെ വചനത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങളെ ഉപദേശിച്ചതിനായി നന്ദി. അവിടുന്ന് കേൾപ്പിച്ച നല്ല ആമേൻ നിർദ്ദേശങ്ങൾക്കായി നന്ദി. രാവും പകലും അവിടുത്തെ വചനത്തെ കുറിച്ച് ധ്യാനിക്കാനും എല്ലാ വാക്കുകളും അതേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ അതേ വരുത്തുവാനും ആമേൻ ഇന്ന് രാത്രി അതേ അവിടുന്ന് കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളോടുള്ള വാഗ്ദത്ത വചനങ്ങൾക്കായി സ്തോത്രം. എല്ലാ തീരുമാനങ്ങളിലും, തിരഞ്ഞെടുപ്പിലും, പ്രവർത്തനത്തിലും, പ്രതികരണത്തിലും ഹല്ലേലൂയ അവിടുത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ വചനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ ഹല്ലേലൂയ ഏത് സമയത്തും ആമേൻ ഒരുങ്ങിയിരിപ്പാൻ, അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുവാൻ, പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ ഇന്ന് രാത്രി സമർപ്പിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ, കൈപ്പേറിയ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി പുരുഷാരത്തെ കണ്ട് മനസ്സരിഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് മനസ്സരിയണമേ, ചില വ്യക്തികളോട് മനസ്സരിയണമേ. അപ്പൊ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ലാതെ പറഞ്ഞുകൊണ്ട് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറായ അദൂർത്തപുത്രനെ പോലെ, ആ നവോമിയെ പോലെ, ആ പത്രോസിനെ പോലെ ഇന്ന് രാത്രി മടങ്ങി വരുന്നവരെ ചേർത്ത് നിർത്തി മാനിക്കുന്നു.
അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഇന്ന് രാത്രി വചനം കേട്ടവർ, അങ്ങയോട് അടുത്ത് വരുന്നവർ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തണമേ. അങ്ങയുടെ നാമം ചൊല്ലി പിതാവിൻ പരിശുദ്ധാത്മാവിൻ നാമം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അനുഗ്രഹ വിശ്വമാക്കി അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച കർത്താവിൻ നാമം താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരും സ്വർഗത്തിലെ വലിയ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കാളിത്തം വഹിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് കൈത്താങ്ങലാകുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യൂട്യൂബിൽ സ്നേഹതീരം ഫാമിലി എന്ന് പറയുന്ന ചാനലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം ഫാമിലി. ശുഭരാത്രി.